ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ്. 2 ഉരുളക്കിഴങ്ങും ഒരു കപ്പ് ഗോതമ്പ് മാവും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാൻ കേട്ടോ. നല്ല കറുമുറാന്ന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ചായക്കടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ. മുൻപോട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്കിനി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ദാ ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഗോതമ്പ് മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചപ്പാത്തി മാവിന്റെ പരുവത്തിൽ നമുക്കത് നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തി മാവിന്റെ പരുവത്തിന് നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് പരത്തി എടുത്ത് വയ്ക്കാമേ. അപ്പോൾ ഈ ചപ്പാത്തി മാവിന്റെ പരുവത്തിൽ ഒന്ന് ദാ ഇവിടെ മാവ് റെഡിയാക്കി ചപ്പാത്തി മാവിന്റെ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ 2 ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി. എൻ്റെ കയ്യിൽ എന്താണ് 1 ഉരുളക്കിഴങ്ങ് വലുതും 2 ഉരുളക്കിഴങ്ങ് ചെറുതായതുകൊണ്ടാണ് ഞാൻ 3 എടുത്തത് കേട്ടോ. അപ്പോൾ 2 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് എടുത്താൽ മതിയേ. അപ്പോൾ 2 ഉരുളക്കിഴങ്ങ് എടുത്ത് അതൊന്ന് അവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അവിച്ചെടുത്ത് തോലൊക്കെ കളഞ്ഞ് അത് ഇതേപോലെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാമേ. ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിനി അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, കൂടാതെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കറിവേപ്പിലയും കൂടെയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താ കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് അതിനകത്ത് വയ്ക്കാനുള്ള ആ ഒരു മസാല കൂട്ട് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം ഉടച്ചെടുത്തോണേ. അപ്പോൾ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങും ഗോതമ്പ് മാവൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, എന്നാൽ അകത്ത് നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. അങ്ങനെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓക്കെയാണ് കേട്ടോ. ഇനി നമ്മൾ ചപ്പാത്തി മാവിന് പരത്തി വെച്ചിരിക്കുന്ന മാവ് എടുക്കാം. അത് നമുക്ക് ഇതേപോലെ ഒന്ന് വലിയ വലിയ ചപ്പാത്തികളായിട്ട് പരത്തിയെടുക്കാൻ, കണക്കാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു 4 പീസ് ചപ്പാത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 4 ചപ്പാത്തി വേണം നമുക്ക്. ഒരു ചപ്പാത്തി വെച്ച് അതിൻ്റെ പുറത്തോട്ട് ഈ മസാല ഒന്ന് പുരട്ടിയതിന് ശേഷം വീണ്ടും അതിൻ്റെ പുറത്തോട്ട് ഒരു ചപ്പാത്തി വെച്ച് ഒന്ന് അടച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ സ്നാക്സ് തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ 4 ചപ്പാത്തി പരത്തിയെടുക്കാനായിട്ട് ഞാൻ ഇവിടെ ചപ്പാത്തി മേക്കറിലാണ് പരത്തിയെടുക്കുന്നത്. ഈ ചപ്പാത്തി മേക്കർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഉപയോഗിക്കേണ്ട രീതികളും എല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ അതൊന്ന് കയറി കണ്ടോണേ. അപ്പം ഞാൻ ഇവിടെ ചപ്പാത്തി മേക്കറിൽ വെച്ചാണ് ചപ്പാത്തി പരത്തിയെടുക്കുന്നത്. ചപ്പാത്തി ചുടുന്നില്ല, ജസ്റ്റ് പരത്തിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങളുടെ കയ്യിൽ ചപ്പാത്തി മേക്കർ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തി പലകയിൽ വെച്ച് നല്ലോണം ഒന്ന് പരത്തിയെടുത്താൽ മാത്രം മതിയേ. അപ്പം ഞാൻ ചപ്പാത്തി ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുത്ത് ഈ ഒരു നമ്മൾ പരത്തിയെടുത്ത ഒരു ചപ്പാത്തി അതിലേക്ക് വെച്ചതിന് ശേഷം ഈ മസാല അതിൻ്റെ പുറത്തോട്ട് ഇതേപോലെ നമുക്കൊന്ന് ഒന്ന് ഒന്ന് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തോട്ട് വേറൊരു ചപ്പാത്തി കൊണ്ട് നമുക്ക് ഇതിങ്ങനെ ഒന്ന് അടച്ചു കൊടുക്കാമേ. അതിങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കത്തി കൊണ്ട് നല്ലോണം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി എന്ത് ഷേപ്പിലൊക്കെ കട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഇപ്പം സ്ക്വയർ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഓക്കെയാണ്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഓരോ ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഈ ഓരോ പീസായിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാമേ. അതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് തിരിച്ച് മറിച്ച് വിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വേവിച്ചെടുക്കാം. അപ്പോൾ ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റായി നല്ല റെഡി ആയതുകൊണ്ട് തന്നെ അത് പൊള്ളി വരും കേട്ടോ. അപ്പോൾ പൊള്ളി വരും. അപ്പം ഇവിടെ തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാമേ. തീ മീഡിയം ടു ഹൈ ഫ്ലെയിം അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇവിടെ അത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വൈകുന്നേരത്തെ ഒരു അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ചായക്കടി, ഞാൻ പറഞ്ഞല്ലോ പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, എന്നാൽ അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ എണ്ണയിലിട്ട് വറുക്കുന്നത് കൊണ്ട് തന്നെ അകത്ത് ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം മസാലയെല്ലാം പിടിച്ച് സെറ്റായി വരും.
അപ്പോൾ നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ എല്ലാവർക്കും കട്ടനാണ് കേട്ടോ ഇഷ്ടം, വൈകുന്നേരങ്ങളിൽ കട്ടനാണ്. അപ്പോൾ കട്ടൻ്റെ കൂടെ ഉള്ള ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ്സ് ചെയ്യണം കേട്ടോ. അപ്പം ദാ ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ പുറമേ നല്ല ക്രിസ്പിയാണ്, എന്നാൽ അകത്ത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ്. മസ്റ്റായിട്ടും നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് കമൻറ്റ്സ് ആയിട്ട് അറിയിക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ.